പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം നൽകുമെന്നരുളിയോനേ. നീക്കം വരാത്ത നീ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥന എന്ന ചിന്താവിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു. പ്രാർത്ഥന എന്നുള്ളത് രണ്ട് തരത്തിലുള്ളതായ ഒരു ആശയവിനിമയമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നലെ നമ്മൾ പഠിച്ചത് പ്രാർത്ഥനയിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടതായ അതിൻ്റെ ഒന്നാമത്തെ തലത്തെപ്പറ്റി പഠിച്ചു. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ദൈവം എന്താണോ നമ്മൾ അപേക്ഷിച്ചപ്പോൾ നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ചില പ്രാർത്ഥനകൾ ഉദാഹരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ഉള്ളതായ ചില ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ദൈവം അവർക്ക് വ്യക്തമായ ചില മറുപടികളെ കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കെല്ലാം സുപരിചിതമായ ദാനിയേലിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന, ദാനിയേലിൻ്റെ 3 പ്രാർത്ഥനകളാണ് നമുക്കതിൻ്റെ അകത്ത് പഠിച്ചത്. അതിൽ രണ്ടാമത്തെ പ്രാർത്ഥന 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥനയുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ കർത്താവ് തൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് കർത്താവിന് ദാനിയേലിനോട് ചിലത് പറയുവാനായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ദൈവം ദൂതനെ അയച്ച് സംസാരിക്കുന്നതായ ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിക്കുവാൻ ഞാൻ വന്നുമിരിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ കാണുന്നത് ഏതൊരു പ്രാർത്ഥനയും നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് ചിലതൊക്കെ പറയുവാനായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെതായ ആ പ്രവൃത്തി പാവങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായ ഒരപേക്ഷയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ദൈവം കൊടുക്കുന്ന മറുപടിയാണ് നമുക്ക് അതിൻ്റെ നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. സമയത്തിൻ്റെ പരിധി മൂലം ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. ആ ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ദൈവത്തിൻ്റെ മറുപടിയെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അനേക വേദഭാഗങ്ങളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു വേദഭാഗം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 46 മുതൽ കുരുടനായ ബർത്തിമായി എന്ന ഒരു മനുഷ്യൻ കർത്താവിനോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട്, പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണും. അതൊരു പ്രാർത്ഥനയാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ യേശു അവിടെ നിന്ന് അവൻ്റെ നിലവിളിയെ കേൾക്കുകയാണ്. എന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് അവനെ വിളിക്കുകയാണ്. അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാനായിട്ട് യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് പറയും. എന്നാൽ ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ടോ ദൈവം എന്താണ് എന്നോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് എന്നോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊന്നും നമ്മൾ ബന്ധപ്പെടാറായിട്ടില്ല, അതിനെപ്പറ്റി ശ്രദ്ധിക്കാറായിട്ടില്ല. നമ്മൾ നമ്മുടെ അപേക്ഷകളെല്ലാം പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ ഒരു ഇടപെടൽ, കർത്താവ് തിരിച്ചുള്ളതായ കർത്താവിൻ്റെ ചില ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് ഈ ചോദ്യം കർത്താവ് അവനോട് ചോദിക്കുന്നത്? വ്യക്തമായി അവനുമായിട്ടുള്ളതായ ആശയവിനിമയം അവിടെ നടത്തിയിട്ട്
കർത്താവ് ചോദിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം അവൻ നിലവിളിച്ചത് എന്തിനാണ്? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. പക്ഷെ അവിടെ നിന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഉടനെ അവൻ പറഞ്ഞു, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇദ്ദേഹം, ഈ കുരുടനായ മനുഷ്യൻ, വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ട് തൻ്റെ ഉപജീവനം കഴിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിലേക്കൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ യേശുവിനെ പറ്റിയുള്ള വ്യക്തമായ അറിവാണ് അവനെ മറ്റൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ അവൻ്റേതായ അപേക്ഷയുടെ മറ്റൊരു തലം, അല്ലയോ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുകയും യേശു നിന്നിട്ട് അവനോട് ചോദിക്കും, ഞാൻ എന്താണ് നിന്നോട് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ സമ്പത്ത് തരണോ? ഞാൻ നിനക്ക് ഭിക്ഷ തരണമോ? അതോ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്തു തരണമോ? അപ്പോഴവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആ മറുപടിയിൽ തന്നെ അവനിലൊരു വലിയ മാറ്റത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ പറയുകയാണ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് ആഹാരം തരണമെന്നോ എനിക്ക് സമ്പത്ത് തരണമെന്നോ എനിക്ക് ഭിക്ഷ തരണമോ എന്നോ അല്ല പറഞ്ഞത്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഒരു വ്യതിയാനം അവിടെ സംഭവിക്കും. ഇതുവരെയും അവൻ മറ്റുള്ളവരോട് എന്ത് ചോദിച്ചു, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവിനെ കണ്ടപ്പോൾ, കാണേണ്ടവനെ കണ്ടപ്പോൾ അവൻ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് ചിലത് പറയുവാനായിട്ടുണ്ട്, ചിലത് ചോദിക്കുവാനായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതായ പല കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതാണ് ഒരു ആശയവിനിമയം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിച്ച് അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഈ ബർത്തിമയായി പോലെ ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, നമുക്കെല്ലാം സുപരിചിതമായ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിലൊക്കെ ഉരുവിടുന്നതായ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് 2 കോരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 മുതലുള്ളതായ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ അവൻ ഒരു പ്രയാസത്തിലൂടെ, വേദനയിലൂടെ, ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതൊരു ആശയവിനിമയം നമുക്കവിടെ കാണുവാൻ. അവിടെ ഇങ്ങനെ നമ്മൾ കാണേണ്ടതിന്, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പൗലോസ് പോവുകയല്ല. പക്ഷേങ്കിൽ അന്നേരമാണ് ആ 3-ാമത്തെ വട്ടം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ തിരിച്ചറിവുണ്ടാകുക. പ്രാർത്ഥനയുടെ, നമ്മുടെയൊക്കെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് പോയി നമ്മുടെ കുറേ അപേക്ഷകൾ കൊണ്ടുവയ്ക്കും, അതെല്ലാം കിട്ടണമെന്ന് പറയും. അത് കിട്ടിയാൽ ദൈവം നല്ലവൻ, കിട്ടിയില്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചവരെയും കുറ്റം പറയും, ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, ദൈവത്തിന് തിരിച്ചു പറയുവാനുള്ളത് എന്താണ്? ഇനിയും നമുക്ക് വീണ്ടും കാണുമല്ലോ ഗെത്സമന തോട്ടത്തിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. അതിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അത് കഴിഞ്ഞിട്ട് ആ ഹിതത്തിന് വിട്ടുകൊടുക്കുക, എങ്കിലും എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ 1-ാമത്തെ തലം, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് 2 വശത്തോട്ടുമുള്ളതായ ഒരു ആശയവിനിമയമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് കുറേ കാര്യങ്ങളെ പറയുന്നു, ആ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം ചെവി ചായ്ച്ചു കേട്ടിട്ട് ദൈവത്തിനും എന്നോടും നിങ്ങളോടും ഒത്തിരിയും കാര്യങ്ങൾ പറയുവാനും ചോദിക്കുവാനുമുണ്ട്. ഈ ഒരു ആശയവിനിമയമാണ് പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മളെ ദൈവവുമായിട്ട് ഒത്തിരി അടുപ്പിക്കുക. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുകയായിരുന്നു പ്രാർത്ഥനയിലൂടെ.
അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് പോയിട്ട് നമ്മൾ ATM കാർഡിൽ ATMൻ്റെ അകത്ത് കാർഡിട്ട് പൈസ എടുക്കുന്നത് പോലെ അങ്ങോട്ട് ചെല്ലുന്നു, ഒരു പ്രെയർ ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നു, പ്രാർത്ഥനാ വിഷയങ്ങളെ പറയുന്നു, വീട്ടിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിഷയങ്ങളെല്ലാം അങ്ങോട്ട് പറയുന്നു. തിരിച്ച് ദൈവത്തിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, ദൈവത്തിന് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ, ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തണം. തീർച്ചയായും പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്നോട് ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്കുണ്ടോ? കൃത്യമായിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണം? അതൊരു ചോദ്യമാണ്. പൗലോസിനോട് പറയുകയാണ്, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. അത് കേട്ടപ്പോഴുണ്ടല്ലോ, ആ കൃപ മതി എന്ന് പറയുമ്പോൾ അത് ബലഹീനതയിൽ നിന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് ബലഹീനത തികഞ്ഞു വരുന്നതാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ രോഗം മാറിയോ അല്ലെങ്കിൽ മാറുമോ എന്നൊന്നും സംശയമില്ല. ഓടുകയാണ്, പിന്നെ ആ ബലഹീനതയിൽ സന്തോഷിക്കുകയാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ പ്രാർത്ഥനകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവവുമായിട്ടുള്ളതായ ഏറ്റവും ഒരു അടുപ്പത്തെയാണ്, ചേർന്ന് നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരമാണോ, അതോ ജൽപ്പനങ്ങളായി നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയാണ്? പ്രാർത്ഥന ദൈവവുമായി നമ്മളെ അടുപ്പിക്കുന്നതാണ്, ദൈവവുമായുള്ളതായ ആശയവിനിമയമാണ്. നമുക്കിങ്ങനെയുള്ള നല്ലൊരു ആശയവിനിമയം ദൈവവുമായിട്ടുണ്ടാകുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രയോജനമില്ല. ആ പ്രാർത്ഥനകളെല്ലാം വെറുതെ ചത്ത പ്രാർത്ഥന, അല്ലെങ്കിൽ ജീവനില്ലാത്തതായ ഒരു വൺ സൈഡ്, ഒരു ദിശയിലേക്ക് മാത്രമുള്ളതായ ആശയങ്ങൾ മാത്രമായി മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബന്ധപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ വെറും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താൽക്കാലികമായ നന്മയ്ക്കോ സുഖങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് നല്ല രീതിയിൽ ദൈവത്തോട് സംസാരിപ്പാനും, ദൈവം ഞങ്ങളോട് തിരിച്ച് സംസാരിക്കുന്നത് കേൾക്കുവാനും, ദൈവം ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ മനസ്സിലാക്കി അതിന് മറുപടി പറയുവാനും, അങ്ങനെ പിതാവുമായിട്ടുള്ളതായ ആ നല്ല ബന്ധത്തെ സ്ഥാപിക്കുവാനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതം ഇടയായിത്തീരണമേ. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ തയ്യാറാക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.